ഏയ് ഇവിടെ പഴയതുപോലെ തന്നെ കളിയും ചിരിയും പടുക്കൊക്കെ ഉണ്ടല്ലേ? എന്തോ വെച്ചാ കടയിൽ പോയിട്ട് മുട്ടായി വാങ്ങിച്ചില്ലെന്ന്. പക്ഷേ കടയിൽ പോയിട്ട് വന്ന വരാൻ നീ കണ്ടില്ലേ? തലയിൽ പാണ്ടായിട്ട് എന്നിട്ടാണോ ചോദിക്കണത് മുട്ടായി വാങ്ങിച്ചില്ലേന്ന്? എനിക്ക് വാടുന്നു എന്റെ കഴിക്കണ വല്ല വാങ്ങിക്കടേ പോ. എന്താടാ നീ കൊച്ചു പിള്ളേരെ എന്നാ കൊച്ചി ഇവിടുത്തെ വലുതൊക്കെ കണക്കേനാണ്. എൻ്റെ അമ്മോ എല്ലാം ഒരേ ഇനങ്ങളാണ്. ഡേ അതൊക്കെ അങ്ങനെ തന്നെടേ. എൻ്റെ നോട്ടത്തിൽ നിന്നെ പോലെ എത്രയും സന്തോഷമായിട്ട് കഴിയുന്നവൻ ലോകത്താരും കാണൂല. എന്താ പൊന്നെണ്ണ ചില സമയമുണ്ടല്ലേ ഊരും കൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോകാൻ തോന്നുന്നു. എടാ നീലിമോള് പാവല്ലടാ. നീലിമോള് പാവോ? അയ്യടാ അത് നിങ്ങൾ വല്ലപ്പോഴും എനിക്ക് പറഞ്ഞോണ്ട് തോന്നുകയാണ്. സ്ഥിരമായിട്ട് കുറച്ച് ദിവസം നിന്ന് നോക്ക്. അപ്പം അറിയാം അവള് പത്രകളി പോലെ ഉറഞ്ഞു തോണ നീലുവിൻ്റെ തനി സ്വഭാവം അറിയാം. തങ്കം ചേച്ചിക്ക് അത് പാവണ്ണ. അതെ എങ്ങനെ പടവലം ഭവാനിയുടെ മോളല്ലേ അവള്? അയ്യടാ പാവം. കഴിഞ്ഞ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് ഇവിടെ വന്നു അത് അവിടെ കഴിഞ്ഞു. അണ്ണാ ഇത് അണ്ണനെ കണ്ടിട്ടുള്ള ആട്ടമാണ് ഈ ആടണത്. അതേ ഇവിടെ കുത്തിരുന്ന് എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ അറിയാലോ എൻ്റെ സ്വഭാവം. ഞാനും പലതും അങ്ങ് പറയും. നിങ്ങൾ ഈ സൂപ്പർവൈസർ ആവാൻ പോയപ്പോഴാണല്ലോ ഈ അടങ്ങി ഒതുക്കി നിൽക്കണേ. അതിനു മുമ്പ് അണ്ണനെ അറിയാലോ എന്തൊക്കെ ഇവിടെ ആടി തിമർത്തത്. മൊത്തം ഞാനിവിടെ ഇരുന്ന് വിളമ്പിയാലുണ്ടല്ലോ നിന്ന് ഉരുകും ഇവിടെ. ഓട്ടു മക്കളെ അപ്പം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആള് പാവണം മക്കളെ. അവൻ്റെ പല ഭാവങ്ങളും നമ്മളെ കണ്ടതല്ലേ. അല്ല ഒരു കാര്യം ഞാൻ പറയാം അപ്പൂപ്പ, ഇവിടെ കേൾക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് നാക്ക് കുറച്ച് കൂടുതലാ. നാക്ക് ആൾക്കാരും കൂടുതൽ പറയട്ടല്ലോ. കുഴിപ്പടത്തമ്മേനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ ഇപ്പൊ കണ്ടല്ലേ നാക്ക് ആർക്കാണെന്ന് കണ്ടല്ലേ. അച്ഛാ അതൊന്നും ഉണ്ടായിരുന്നേ. അമ്മ പോയെ ചേച്ചി അമ്മയെ കൊണ്ടുപോ. അയ്യോ ഞാൻ നിർത്തിയേ, ഞാൻ ഒന്നിനും ഇല്ലേ. എന്നാ പിന്നെ ഞാൻ തുടങ്ങാം. ചുമ്മാ അരി മക്കളെ നീ പോ. കണ്ടാ അവള് വന്നവര് വന്ന വരവട്ടെ വിറപ്പിച്ചോണ്ട്. ഇതാണ് അച്ഛൻ പിന്നെ ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളായിട്ട് പെരുപ്പിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? അണ്ണാ ഇതാണ് അടുത്ത നീലു. പരമ്പര ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വരെയാണ്. അച്ഛാ എന്റെ പൊന്നു മക്കളെ നീ പോ, നീ ചെല്ലി പോ, അമ്മയുടെ അടുത്ത് പോട്. അച്ഛോയ് ഞാനിപ്പോ അടുക്കള എന്തെങ്കിലും ഉണ്ടോ തപ്പിട്ട് വരാം. നീ തപ്പ് പോ. ജീവിക്കണ കണ്ട ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട കണ്ട അവന് വല്ലതും ഒക്കെ പറഞ്ഞു. ഡേയ് ഞാൻ നിന്റെ കാര്യം കുറച്ച് മുമ്പേ ഇരുന്ന് അങ്ങ് ആലോചിച്ചാണ്. വല്ലതും നടക്കൂടെ ഇനി തിരക്കം. ആര്? നിന്റെ അമ്മാവൻ. കിളവ ഈയിടയ്ക്ക് 2 ദിവസം മുമ്പ് വന്നിരുന്നു. ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് മൂത്ത മോൻ അത് കൊടുക്കുമെന്നോ ഇളവന് കുളം കൊടുക്കുമെന്നോ മറ്റവൻ്റെ വിളയിൽ ഞാറ് കൊടുക്കുമെന്നോ ഇവിടെ കൃഷി ചെയ്യുന്ന എന്തൊക്കെ എനിക്കെന്ന് അറിയണ കൊടുക്കാനും എനിക്കറിഞ്ഞൂടാ. കൊടുക്കണമെങ്കിൽ ആർക്കും കൊടുക്കും. അങ്ങനെ കിട്ടാറൊക്കെ നീ കൊടുക്കും. എനിക്കത് ഡേയ് നീ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയല്ലേ. പിള്ളേർ വളർന്നു വരെയാണ്. എങ്ങനെയാ പിള്ളേർക്കെങ്കിലും മാറ്റി കൊടുറാ. അങ്ങനെ ഒരു കാര്യം നടക്കട്ടെ. നമുക്ക് സംസാരിക്കാം, സമയം വരട്ടെ. ചിലപ്പോൾ അതിന് മുമ്പ് അവളെ എന്നെ അടിച്ച് കൊല്ലും ഈ പോക്ക് പോണെങ്കിൽ. മോളെ പാത്രം കഴുകണ? ആണോ പറയണോ? ചായല്ലോ വേണോ? ഏയ് ഒന്നും വേണ്ട. ഞാൻ വിചാരിച്ച് അടങ്ങിടന്ന് ഉറങ്ങായിരിക്കുമെന്ന്. ഞാൻ ഇപ്പം പകൽ ഉറക്കൊന്നുമില്ല മക്കളെ. ഇതെന്നറിയാം പകല് വെറുതെ കണ്ണു കുറച്ച് അങ്ങനെ കിടക്കും. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വീഴില്ല പകൽ ഉറങ്ങിയ. പിന്നെ തിരിഞ്ഞും മറിഞ്ഞ് രാത്രി കിടക്കാം. അവിടെ ഞാൻ പകൽ ഉറങ്ങൂല. ചെക്കപ്പൊക്കെ ചെയ്യണ്ടാണ്. എന്തോ ചെക്കപ്പ്? അല്ല മെഡിക്കൽ ചെക്കപ്പേ. മക്കളെ അത് ചെക്കപ്പ് ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി നമ്മൾ ഇങ്ങനെയൊക്കെ പോകുള്ളൂ. ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. പറയണ്ട എന്ത് പറ്റി? പിന്നെ എനിക്ക് ബാലുവും നീയും ഒരേപോലെയാണ്. അതേപോലെ നിങ്ങളെ മക്കളും. അതെനിക്കറിയണം. ഇപ്പം മാധവനും കുട്ടനും ജീവിച്ചിരിപ്പുണ്ട്. അവർ കാര്യവിവരമുള്ളവരാണ്. മക്കളെ ആരും നൂറ്റാണ്ട് വരെ ജീവിച്ചിരിക്കില്ല. അത് സത്യമാണ്. ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ നാളെ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കണമെന്നില്ല. ഒരു പരിധി വരെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് വരെ എല്ലാ ബന്ധങ്ങൾക്കും വിലയുള്ളൂ. അണ്ണ എന്താ പറഞ്ഞു വരുന്നത്? അണ്ണ ഇവിടെ ഇരിക്കണ ഞാൻ അവിടെ നോക്കി കണ്ടില്ലല്ലേ. ഞാൻ എൻ്റെ മോളടുത്ത് സംസാരിക്കട്ടെ. കേട്ടോ മോളെ? പറയണ. ഞാൻ വലുതായിട്ടൊന്നും വളച്ചൊടിക്കുന്നില്ല. അതൊരു പതിവുള്ള കാര്യവുമല്ല. വീട്ടുകാർ ഇങ്ങോട്ട് വല്ലത് എഴുതി തരാമെന്ന് പറയുമ്പം നിങ്ങളായിട്ട് അത് വേണ്ടെന്ന് വയ്ക്കല്ലേ. നിങ്ങൾ വലിയ ആർത്തിയുള്ള ആൾക്കാരൊന്നും അല്ല. ഞാൻ പിള്ളേരെ കാര്യം ഓർത്ത് പറയുകയാണ്. അങ്ങനെണ്ണ ഇതായിരുന്നു പറയണത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോഴൊക്കെ പറഞ്ഞത് എനിക്ക് ആർത്തി, സ്വത്തിനൊരു ആർത്തി, പൈസയ്ക്ക് ആർത്തി. പാരമ്പര്യമായി കിട്ടിയ സ്വത്തല്ലേ, അതിൻ്റെ മക്കൾക്കും കിട്ടാമെന്ന് ആലോചിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എവിടെ ഈ പടവലം പറയും നീണ്ടു പോവല്ലേ കാര്യങ്ങൾ.
എവിടെ പടവലം പോലെ നീണ്ടുകൊണ്ട് പോയി കാര്യങ്ങൾ. എൻ്റെ അച്ഛൻ മാന്യമായിട്ട് ഇവിടെ വന്നിട്ട് സ്വത്ത് എഴുതി തരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് എഴുതി തരാമെന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛന് കൊടുത്ത മറുപടി എന്തായിരുന്നു? അച്ഛൻ്റെ കാലശേഷം മതിയെന്നും അതും അച്ഛൻ്റെ കാലശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം മതിയെന്നും ഇത് എൻ്റെ കൂടെ അഭിപ്രായം നീലുവിൻ്റെ അഭിപ്രായമാണെന്നും ഒക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതും അച്ഛനെ ഇതും പറഞ്ഞ് തിരിച്ചു വിട്ടതും ഒക്കെ ആരാന്ന് ഇവിടെ ചോദിച്ചു നോക്ക്. നിന്റെ അച്ഛേ ഇവിടെ ഈ അടുക്കള ഒന്നിന് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുടുംബക്കാരൊക്കെ വിളിച്ച് കൂട്ടി വസ്തുക്കൾ വേർതിരിച്ച് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് എഴുത്തുകാരെ വിളിച്ച് എഴുത്തൂരിക്കുള്ള പൈസ റെഡിയാക്കിയിട്ട് വിളിയടി എന്നിട്ട് എഴുത്താ തരാൻ പറ എന്തെങ്കിലും നീട്ടിക്കൊണ്ട് പോണത്. ഇതൊന്നല്ല അണ്ണാ, ഓരോരുത്തരെ വിളിച്ച് ഓരോ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ തലം വിടും മൂട് തട്ടിക്കൊണ്ട്. അല്ല പിന്നെ അണ്ണാ ഈ കാര്യം അങ്ങ് വിട്. ആ ഡേയ് ഇതങ്ങനെ വിടാനൊന്നും പറ്റൂല. അച്ഛാ അപ്പൂപ്പ അമ്മ നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കാലോ. പിന്നെ പോലെ നമ്മളൊക്കെ കാലം കഴിഞ്ഞാ ഒന്ന് പോയത്തന്നെ ജോലി നോക്കി. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് അടുക്കള പ്രസംഗമായിട്ടാണെങ്കിൽ ഇതിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നെയ്യാറ്റിങ്ങിൻ്റെ നിന്ന് ആര് വന്ന് അവിടുത്തെ വസ്തുവിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരാടെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? എപ്പോഴും എല്ലാവർക്കും നീലുവിൻ്റെ വസ്തു അത് മാത്രമേ ആർത്തിയുള്ളൂ. അവിടുത്തെ വസ്തു ഒരു അനക്കവും ഇല്ല അതിനെക്കുറിച്ച്. കണ്ടാണ അവള് ചാടി പിടിച്ച് എവിടെ നിന്ന് കണ്ടാ അങ്ങ് അങ്ങ് എന്തേ ചാടി പിടിക്കണ്ടേ? അവിടുത്തെ വസ്തുവിനെ കുറിച്ച് ഒരു അനക്കവും ഇല്ലല്ലോ. പടവലത്തെ വസ്തുവിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ എല്ലാ കാലവും ചർച്ച. അമ്മ വിട്ടേ. ഇപ്പൊ എന്തായാലും നേരത്തെ നമ്മുടെ പടവലത്തെ അപ്പൂപ്പ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാണ് ഒരു അടി? ഞാൻ ഒരു കാര്യം ഒന്ന് പറയാം. ഞാനിവിടുന്ന് നെയ്യാറ്റിങ്കരയ്ക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവും. എന്നിട്ട് അവിടെ ചെന്നിട്ട് വസ്തുവിൻ്റെ കാര്യം വ്യക്തമായിട്ട് നല്ല കാടിപ്പിച്ച് തന്നെ സംസാരിക്കും. അന്നേരം അവിടെ ചാരുകസേനയിൽ കൊമ്പം മീശയും വെച്ച് നിവർന്ന് കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അങ്ങേര് നന്നായിട്ടൊന്ന് വേർക്കും. ഞാൻ മാത്രം എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഞാനും ചെന്ന് പറയാം. അതേ ഇതിന് പരിഹാരമുള്ളൂ. ഡേയ് ചാരികത്തേര് മലന്ന് കുംഭമീശയും വെച്ചുകൊണ്ട് കിടക്കുന്നത് മാധവൻ നമ്പ്യാരാണ്. അവള് ഉദ്ദേശിച്ചാണ് അവള് പറഞ്ഞത്. എന്റെ പൊന്നേ